കവറിങ്ങാ എനിക്ക് ഹലോ, വെൽക്കം ടു അനദർ വീഡിയോ. നല്ല ചൂടാണ് ഇവിടെ. ഇപ്പോൾ 28 ഡിഗ്രി ആണ് ഉള്ളത്. പക്ഷെ നാട്ടിലൊരു 40+ ഒരു ഇഫക്റ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ ചൂട്ടത്ത് ഞാൻ പോകുന്നത് സമ്മർ സ്റ്റാഫ് പാർട്ടിക്കാണ്. ഇതിപ്പം ലണ്ടനിൽ നിന്ന് 2 hours ട്രാവൽ ഉണ്ട്. ആപ്കോട്ട് ഫാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാമാണ്. അതൊരു വലിയ ഗ്രൗണ്ട് പോലെ, ഒരു പാർക്ക് പോലെ എന്തൊരു സംഭവമാണ്. കഴിഞ്ഞ തവണ ഞാൻ പോയിട്ടില്ല, പക്ഷെ ഞാൻ പിക്ചേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ സ്റ്റാഫ് പാർട്ടി മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചു അങ്ങോട്ട് പോവുകയാണിപ്പം. നല്ല ചൂടാണ്. എല്ലാവരും ഇതുപോലെ ഗ്ലാസ്സൊക്കെ വെച്ച് തൊപ്പിയൊക്കെ വെച്ച് നടക്കുന്നവരെ മാത്രമാണ് കാണുന്നത് ഇവിടെ എല്ലാം. ചെറിയൊരു ഇന്ത്യൻ ടച്ചുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത്. അപ്പോൾ ബാക്കി ഇനി പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. സദേൺ നാഷണൽ റെയിൽ വഴിയാണ് നമ്മൾ പോണത്. ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട് സപ്ന എത്തിയിട്ടുണ്ട്. അങ്ങനെ വാട്ടർലൂ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ ട്രെയിൻ വന്നു. ഞങ്ങൾ ഹാംപ്റ്റൺ പോർട്ടിലോട്ട് പോവാണ്. പക്ഷെ എനിക്ക് എന്തോ മറ്റത് വെച്ചിട്ട് വയ്ക്കുമ്പോൾ നല്ല കവറേജ് ഉണ്ടെന്ന് അന്തമാരം കൂട്ടാണ് ഇരിക്കുന്നത്. ട്രെയിൻ ഇറങ്ങിയിട്ട് പാർട്ടി നടക്കുന്നിടത്തേക്ക് പോകാൻ വേണ്ടി മാത്രം അറേഞ്ച് ചെയ്തിട്ടുള്ള ബസ്സുകളാണിത്. ഈ ഷട്ടിൽ സർവീസ് അവൈലബിൾ ആയിരുന്നു അന്ന്. കാരണം അത്രയധികം ആൾക്കാർ വരുന്ന ഒരു പാർട്ടിയായിരുന്നു. എനിക്ക് തോന്നുന്ന ആ ദിവസം വരെ ഉണ്ടായിരുന്ന ചൂടിനെ വെച്ച് നോക്കുമ്പോൾ അന്നായിരുന്നു ഏറ്റവും കൂടുതൽ ചൂട്. കാരണം ഞങ്ങളിങ്ങനെ വേർത്തൊലിച്ചിട്ടാണ് അന്ന് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നത്. അവിടെ എത്താറായപ്പോൾ ഒരു ചെറിയ ലേക്കും ബോട്ടിംഗ് ഒക്കെ കണ്ടപ്പോൾ ഒരു ആശ്വാസം തോന്നിയെന്ന് മാത്രം. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഇങ്ങനെ വിശാലമായിട്ട് പരന്ന് കിടക്കുന്നതാണ് ഈ ആപ്കോട്ട് ഫാം എന്ന് പറയുന്നത്. ഗേറ്റ് 1, ഗേറ്റ് 2 അങ്ങനെ കുറേ ഓപ്പണിങ്സ് ഉണ്ട്. കാരണം ഇതിങ്ങനെ ഇങ്ങനെ വൈഡായിട്ട് കിടക്കുവാണ്. ആ ജൈൻ വീലൊക്കെ കാണുന്നില്ല, അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ നടന്ന് അങ്ങോട്ട് പോയായിരുന്നു. നല്ല ചൂടായിരുന്നു, ഒട്ടും പറയാൻ വയ്യ. ഒടുക്കത്തെ ചൂടെന്നൊക്കെ പറയില്ലേ, അതുപോലെ ചൂടായിട്ടുള്ള ദിവസമായിരുന്നു അന്ന്. സെക്യൂരിറ്റി ചെക്സ് ഒക്കെ കഴിഞ്ഞ് കയ്യിലൊരു ബാൻഡൊക്കെ കെട്ടിയിട്ടാണ് നമ്മളെ അകത്ത് കയറ്റി വിടുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ഫുഡ് കൂപ്പൺസ് അവൈലബിൾ ആയിരുന്നു. എൻട്രൻസിൽ നിന്ന് വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഈ റൈഡ്സ് ആയിരുന്നു. അതുപോലെ ആ ഒരു ഐസ്ക്രീം വണ്ടിയും നമ്മൾ നോട്ടമിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഡിഫറെൻറ്റ് ഫുഡ് സ്പോട്ട്സ് അവൈലബിൾ ആയിരുന്നു. കോഫി ബൈ യൂണിയൻ, വിങ്സ് ആൻഡ് ഫ്രൈസ്, അതുപോലെ കറിയോൺ നോൺ സ്റ്റോപ്പ് ഒക്കെ നിങ്ങൾ കാണുന്നില്ല. ഇതിൻ്റെ അപ്പുറത്തും ഒരു 3-4 സ്റ്റോഴ്സും കൂടെ ഉണ്ടായിരുന്നു. ഓരോ ഫുഡ് സ്പോട്ടിലും നല്ല തിരക്കായിരുന്നു. ക്യൂ നിന്നിട്ട് വേണമായിരുന്നു നമുക്ക് മേടിക്കാനായിട്ട്. നമ്മുടെ കയ്യിലുള്ള ഈ ബാൻഡിൽ 3 സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതിൽ ഓരോ സ്റ്റിക്കർ വെച്ചിട്ട് നമ്മൾക്ക് കൊടുത്താൽ മതി. അപ്പോൾ പെർ പേഴ്സൺ നമുക്ക് 3 ഫുഡ് സ്പോട്ടിൽ പോയിട്ട് ഫ്രീ ഫുഡ് മേടിക്കാനായിട്ട് പറ്റും. ഞാൻ ഇവിടുന്ന് ക്യൂ നിന്ന് മേടിച്ചത് ഒരു ചിക്കൻ ബർഗർ ആയിരുന്നു. അതുപോലെ സബ്നയും അജിയും അപ്പുറത്ത് വേറെ ക്യൂവിലുണ്ടായിരുന്നു. ഇത്രയും ചൂടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇടയിൽ ഇങ്ങനെ ടെന്റ് പോലെയുള്ള സീറ്റിങ്സ് ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. അങ്ങനെ നമ്മൾ പിസ്സ കഴിച്ചു, ചിക്കൻ ബർഗർ, പിന്നെ ഒരു ഷവർമ പോലത്തെ ഐറ്റം, അങ്ങനെ എല്ലാം ചിക്കൻ ഐറ്റംസ് ആയിരുന്നു. പിന്നെ പിങ്ക് സോഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ് ഡ്രിങ്കും പിന്നെ കുറച്ച് വെള്ളം നമുക്ക് അവൈലബിൾ ആയിരുന്നു. ഈ ഇരിക്കുന്ന പാലറ്റ്സ് പോലെ തന്നെ കളർഫുൾ ആയിരുന്നു ഈ ഒരു ദിവസത്തിൽ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ബോഡി പെയിന്റിങ് ട്രൈ ചെയ്യണത്. ഇവിടെ വന്നിട്ടുള്ള ഒത്തിരി പേരും ട്രൈ ചെയ്തിട്ട് ഞാൻ കണ്ടു, കഴുത്തിലും കണ്ണിലും കയ്യിലൊക്കെ ആയിട്ട്. അപ്പം ഞാനിതുപോലെ കയ്യിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അത് കംപ്ലീറ്റ് ആവുന്നവരെ ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ ചെയ്തു വന്നപ്പം
ഭയങ്കര അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണിന്റെ സൈഡിലും കൂടി ചെയ്തു തരുമെന്ന് രണ്ടാമത് ചോദിച്ചു. അടുത്ത ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഡാൻസ് ആയിരുന്നു. സ്റ്റേജിൽ ഓൾറെഡി കുറച്ച് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഇന്ത്യൻ സോങ്സിനാണ് അവർ സ്റ്റെപ്സ് കാണിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അത് വെച്ച് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമായിട്ട് ചെയ്യാം. അതുപോലെ നമ്മൾ പറയുന്ന സോങ്സ് നമുക്ക് ഇട്ട് തരുന്നുണ്ടായിരുന്നു, നമുക്ക് സ്വന്തമായിട്ട് ചുമ്മാ കളിക്കാനാണെങ്കിലും. അവർ സ്റ്റെപ്പ് കാണിച്ചിട്ട് നമ്മൾ നിൽക്കുന്നവരെല്ലാവരും അതുപോലെ ചെയ്യുമ്പം അത് ഇവിടെ നിൽക്കുന്നതിൽ കൂടുതലും നോൺ ഇന്ത്യൻസ് ആണ് ഇവിടെ കളിക്കുന്നവരെല്ലാവരും. അപ്പം അത് കാണാനായിട്ട് അടിപൊളിയായിരുന്നു. നെക്സ്റ്റ് നമ്മൾ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്യൂ നിന്നത്. എന്താന്ന് വെച്ചാൽ ദേ ഈ ഒരു ടെന്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ബ്രെയ്ഡ്സ് ചെയ്യുന്ന സ്ഥലമുണ്ട്, ഹെന്ന ചെയ്യുന്ന സ്ഥലമുണ്ട്, മസാജ് ചെയ്യുന്ന സ്ഥലമുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ക്യൂ നിന്നത് ബ്രെയ്ഡ്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ദേ നിങ്ങൾക്ക് മസാജ് ചെയ്യുന്നവരെയൊക്കെ കാണാം. ഇത് മെയിൽസിനായിക്കോട്ടെ ഫീമെയിൽസിനായിക്കോട്ടെ എല്ലാവർക്കും ഒരുപോലെ അവൈലബിൾ ആയിരുന്നു. കുറച്ച് ക്യൂ നിൽക്കണമെന്ന് മാത്രം, കാരണം എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് അജി മസാജ് ചെയ്യുന്ന കിടക്കുന്നത് കാണുന്നത്. സബ്ന ആയിരുന്നു ആദ്യം ക്യൂവിലുണ്ടായിരുന്ന. ബ്രെയ്ഡ് ചെയ്യാൻ ഓൾറെഡി തുടങ്ങി. പിന്നെ എനിക്കാണ് സ്പോട്ട് കിട്ടിയത്. അപ്പം ഞാൻ ദേ അവിടെ അടുത്ത് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ രസമായിരുന്നു. ഇങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഒരാളിങ്ങനെ മുടിയൊക്കെ കെട്ടിത്തരുന്നത്. പിന്നെ ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് കൊണ്ടും നമുക്ക് പറയാം എങ്ങനെ വേണമെന്ന്. അപ്പം ഞാനിത് ബ്രെയ്ഡ്സ് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയില്ല. അപ്പം സബ്ന ഒരു ഇത് കാണിച്ചു, അവൾ എങ്ങനെ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അതുപോലെ തന്നെ മതിയെന്ന് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു. അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല വേദനയായിരുന്നു, കാരണം വലിച്ചു പറിക്കുന്ന വേദന ഉണ്ടായിരുന്നു. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അടിപൊളിയായിരുന്നു. ഞാനിങ്ങനെ ഭയങ്കര പേഷ്യൻ്റായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഉള്ളിനുള്ളിൽ ഭയങ്കര സ്ട്രെസ്സായിരുന്നു. ദൈവമേ ഇതെന്താകും എന്താകും. സബ്നുവിന്റെ ഇതാണ് അവരുടെ ഫൈനൽ ലുക്ക്. ഒരു ഗ്ലിറ്റർ ഉള്ള എന്തോ റിങ് പോലത്തെ ഒരു സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ അടുത്ത എൻ്റെ ഫൈനൽ ലുക്കിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. എനിക്കും എന്തോ റെഡ് കളർ ഒരു റിങ് പോലത്തെ ഒരു സംഭവമൊക്കെ അതിനകത്ത് ഹെയറിന്റെ ബ്രെയ്ഡ്സിനുള്ളിൽ കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഫുഡ് സ്പോട്ടിൽ പോയി. ഇതൊരു സീ ഫുഡ് ബർഗർ ആയിരുന്നു. ലോബ്സ്റ്റർ ആൻഡ് ക്രാബ് മീൻസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചില്ലി ചിക്കനും ആണ് നമ്മൾക്ക് കഴിക്കാൻ പറ്റിയത്. കാരണം അന്നേരം ആയപ്പോഴത്തേനും നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാനും സബ്നും മസാജിന് ഇരിക്കുന്നതാണ് ഈ കാണുന്നത്. സംഭവം ഭയങ്കര റിലാക്സിങ് ആയിരുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഇതാണ് ആ വൈഡായിട്ട് കിടക്കുന്ന ഫാം. കുറേ സ്റ്റോളുകളുണ്ട്, ഇങ്ങനെ കുറേ ടെൻറ്റ്സ്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡ്രിങ്ക്സ് കഴിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ടുള്ള കുറേ സീറ്റിങ്സ് അവൈലബിൾ ആയിരുന്നു. പിന്നെ റൈഡ്സ് ഉണ്ടായിരുന്നു. അതുപോലെ ചിൽഡ്രൻസിന് മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് കിഡ്സ് ഏരിയയും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ചൂട് കുറച്ച് കുറവായിരുന്നെങ്കിൽ ദിവസം കുറച്ചും കൂടി അടിപൊളി കളറായേനെ. കാരണം നമ്മൾ പെട്ടെന്ന് ടയേർഡ് ആവുമായിരുന്നു. നമുക്ക് എല്ലാ സ്റ്റോറിലും എല്ലാ സ്പോട്ടിലും എത്തുമ്പോഴത്തേനും നമ്മൾ ഒത്തിരി ടയേർഡ് ആവുമായിരുന്നു. കാരണം ഇത് ഒന്നാമതേ വൈഡായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ്. അങ്ങനെ ലാസ്റ്റ് അത്യാവശ്യം എല്ലാ പരിപാടികളും നമ്മൾ കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാനുള്ള സമയമായി. അവിടെ ഇങ്ങനെ അനൗൺസ് ചെയ്ത് പറയുകയാണ് ചെയ്തത്, ഇത്രയും സമയമാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ എന്ന്. തിരിച്ചു പോകാനായിട്ടും ഷട്ടിൽ ബസ് അവൈലബിൾ ആയിരുന്നു. റിട്ടേൺ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നവരും മാനേജേഴ്സ് എല്ലാവരും ഈ ഒരു ബസ്സിൽ തന്നെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. എന്തായാലും നല്ലോണം ടയേർഡാണ്, പക്ഷേ കളർഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആണ്. ഒരു ഡേ ടു റിമെമ്പർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ദിവസം എന്ന് പറയുന്നത്.